ഇപ്പോൾ സുജിത് സുരേന്ദ്രൻ അവിടെ തത്സമയം അവിടെ നിന്ന് ചേരുന്നുണ്ട്. സുജിത്ത് അവിടെ എത്തിയിട്ടുണ്ട്. സുജിത്ത്, പറയൂ സുജിത്ത്. ഉമേഷ്, നമ്മളിവിടെ എത്തിയിരിക്കുന്നു. ഇതാണ് ആ കണ്ടെയ്നർ. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഈ കണ്ടെയ്നറാണ്. അതാണ്ട് ഇപ്പോൾ അത് തിരയടിച്ച് ഈ മുകളിലേക്ക് കയറുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇതിന്റെ അടുക്കിലേക്ക് പോകരുത് എന്നുള്ള നിർദ്ദേശം കൃത്യമായി അധികൃതർ നൽകിയിട്ടുണ്ട്. നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആ കണ്ടെയ്നറിന്റെ ദൃശ്യങ്ങൾ. ഇത് വൈകിട്ട് ഏതാണ്ട് 10:30 കൂടിയാണ് ഈ പ്രദേശത്തേക്ക് എത്തിയത്. ഇതിന്റെ തൊട്ടു പിന്നിൽ തന്നെ വീടുകളാണ് നമുക്ക് കാണാൻ സാധിക്കും. കുറേയേറെ വീടുകളാണ് ഈ പ്രദേശത്തുള്ളത്. നമ്മളിപ്പോൾ അതിന്റെ ഏറ്റവും അടുത്ത് എത്തിയിരിക്കുന്നു. ആ ദൃശ്യങ്ങളാണ്, ഏറ്റവും ആദ്യ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതാണ് കണ്ടെയ്നറിന്റെ സമീപത്താണ്, തൊട്ട് സമീപമാണ് നമ്മൾ നിൽക്കുന്നത്. അത് തിരയടിക്കുന്നതനുസരിച്ച് ഈ കണ്ടെയ്നർ ഇപ്പോൾ അനങ്ങുന്നുണ്ട്. അതിനുള്ളിൽ അത് കാലിയായ കണ്ടെയ്നർ ആണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ്. നമുക്ക് ഏറ്റവും അടുത്ത് നിന്നാണ് നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത്. ഇതിന്റെ അടുക്കിലേക്ക് പോകുന്നതിൽ കൃത്യമായ പോകരുത് എന്നുള്ള ഒരു നിർദ്ദേശമാണ് അധികൃതർ നൽകിയിട്ടുള്ളത്. 60 മീറ്റർ അകലത്തിൽ മാറി നിൽക്കണമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ ആളുകൾ, കൂടുതൽ പോലീസ് സംഘങ്ങളൊക്കെ തന്നെ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഫയർഫോഴ്സ് സംഘം, കോസ്റ്റൽ പോലീസ്, അതുപോലെ തന്നെ പഞ്ചായത്ത് അധികൃതരൊക്കെ തന്നെ ഇവിടെയുണ്ട്. ശക്തമായ കടൽ കയറിക്കിടക്കാണ്. കടലേറ്റം രൂക്ഷമാണ്. ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ്, നമ്മളോട് ഇപ്പോൾ സംസാരിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് നമുക്കൊപ്പം ചേരുകയാണ്. പ്രസിഡന്റ്, ഇതിപ്പോ 10 മണിയോടുകൂടിയാണ് ഇത് ഇവിടേക്ക് അടിഞ്ഞത്. ഇപ്പൊ തൊട്ട് സമീപത്തൊക്കെ തന്നെ വീടുകളാണുള്ളത്. ഏത് തരത്തിലുള്ള നിർദ്ദേശമാണ് ആളുകൾക്ക് നൽകിയിട്ടുള്ളത്? തീർച്ചയായിട്ടും രാത്രിയിൽ ഈ ഭാഗത്തുള്ള എല്ലാ വീട്ടുകാരെയും ഇവിടെ നിന്ന് ഒഴിപ്പിച്ച് അവരുടെ ബന്ധു വീട്ടുകളിലേക്ക് നമ്മൾ മാറ്റി. ഇപ്പം കാലാവസ്ഥ പ്രതികൂലമായി നിൽക്കുന്നത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ അടിയന്തരമായി തന്നെ വേണ്ട നടപടികളെല്ലാം സ്വീകരിച്ചതിനെയും നാളെ രാവിലെ നേരം വെളുക്കുമ്പോൾ തന്നെ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകും. ഇപ്പോൾ ഇവിടെ ഏതൊക്കെ തരത്തിലുള്ള ഉദ്യോഗസ്ഥരാണ്, ഏതൊക്കെ വകുപ്പുകളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്? ഏതൊക്കെ തരത്തിലുള്ള ഒരു ക്രമീകരണങ്ങളാണ് ഇവിടെയുള്ള ആളുകളെ എവിടേക്കാണ് മാറ്റിയിട്ടുള്ളത്? ഇപ്പോൾ ആൾക്കാരെ അവരുടെ ബന്ധു വീടുകളിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. 2 ഇവിടെ പോലീസ്, റവന്യൂ, കോസ്റ്റൽ പോലീസ്, ഫയർഫോഴ്സ്, ദുരന്ത നിവാരണ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ധാരാളം ആൾക്കാർ ഇവിടെ നിലവിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അതെ ഉന്മേഷ്, അത് തന്നെയാണ്. പോലീസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പോലീസും ഫയർഫോഴ്സും ഒക്കെ തന്നെ ഇവിടെ നിരവധി ഉദ്യോഗസ്ഥർ എല്ലാം തന്നെ ഉണ്ട്. CI കരുനാഗപ്പള്ളി CI ഉൾപ്പെടെയുള്ളവർ, തെക്കുംഭാഗം CI ഉൾപ്പെടെയുള്ളവരുണ്ട്. സാർ, ഏത് തരത്തിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്? ഇവിടെ അടുത്തുള്ള ആൾക്കാരെയൊക്കെ മാറ്റിയിട്ടുണ്ട്. പിന്നീട് മാക്സിമം ആൾക്കാരെ ഇതിനടുത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയുള്ള ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. പോലീസിനെ ഇവിടെ ഡ്യൂട്ടിക്കുണ്ട്. എത്ര പേരാണ് സാർ ഉള്ളത്? ഇവിടെ ഇപ്പോ 30ഓളം പേരെ ഡ്യൂട്ടി കിട്ടുന്നുണ്ട്. 30ഓളം പേരെ ഡ്യൂട്ടിക്ക് നിയോഗിച്ചിരിക്കുകയാണ്. അതെ. ഉന്മേഷ്, 30ഓളം പോലീസുകാരെ ഇവിടെ ഡ്യൂട്ടിക്കായി നിയോഗിച്ചിരിക്കുകയാണ്. ഈ വീട് തൊട്ട് സമീപത്തുള്ള വീട്ടുകാരൊക്കെയാണ് ഈ നിൽക്കുന്നത്. നമ്മളോടിപ്പോൾ പ്രതികരിച്ച അമ്മമാരുൾപ്പെടെ ഇവിടെയുണ്ട്. ഈ അമ്മയാണ് നമ്മളോടിപ്പോൾ ഫോണിൽ ഉന്മേഷിനോട് സംസാരിച്ചത്. ഇവിടുത്തെ വിവരങ്ങൾ, ഏറ്റവും പുതിയ വിവരങ്ങൾ നമുക്ക് നൽകിയത്. എന്തായിരുന്നു അമ്മേ, എങ്ങനെയാണ് ഇത് കണ്ടത്? എപ്പോഴായിരുന്നു ഇത് ദൃശ്യമായതെന്നുള്ള കാര്യം ഒന്നുകൂടി ഒന്ന് ആവർത്തിക്കാം. ഒരു 10 മണിയായി കാണും. അപ്പോൾ ഇത് ഭയങ്കരമായിട്ടുള്ള ശബ്ദം കേട്ടാണ് ഞങ്ങളിങ്ങനെ നോക്കുന്നത് മോനുമായിട്ട്. അപ്പൊ ഈ കൊച്ചും എല്ലാരും കൂടെ ഞങ്ങൾ ഓടി ഇറങ്ങിയപ്പോഴത്തേക്ക് എന്തോ ഒരു സാധനം കിടക്കുന്നത് എന്തുവാണെന്ന് വ്യക്തമല്ല. അത് ഷീറ്റാണെന്നും പറഞ്ഞോണ്ടാ. അപ്പൊ ഞങ്ങൾ തിരിച്ചു പോയപ്പോഴത്തേക്ക് അല്ല, പിന്നെയും ഭയങ്കര ശബ്ദം കേട്ട് വന്ന് നോക്കുമ്പോഴത്തേക്ക് കണ്ടെയ്നർ. അപ്പൊ നേരത്തെ TV കണ്ടതുകൊണ്ട് നമുക്ക് മനസ്സിലായി ഇത് കണ്ടെയ്നറാണെന്ന്. അങ്ങനെ പ്രസിഡന്റിനെ വിളിച്ചറിയിക്കുകയായിരുന്നു. എന്താണ് പറയാനുള്ളത്? ഇല്ല, ഞങ്ങൾ ഇതുപോലെ 10:30 കണ്ട പേടിച്ച് ഞാനും മക്കളും കൂടെ ഓടി ഇറങ്ങുകയായിരുന്നു. അപ്പൊ ഈ ചേച്ചി അപ്പുറത്തുനിന്ന് ഓടി വന്നു. അപ്പോഴേ ഈ സാധനമാണ് നിങ്ങൾ കാണും. അപ്പൊ നേരത്തെ ഇത് കണ്ടതുകൊണ്ട് എല്ലാവരും പിന്നെ ആളുകൾക്ക് വന്നാൽ ഇന്ന പോലെ പറഞ്ഞു. അങ്ങനെ പിന്നെ പ്രസിഡന്റിനെ വിളിക്കുകയൊക്കെ ചെയ്തത്. ഭയപ്പാടിലാണോ? പേടിച്ചു എല്ലാവരും. അപ്പൊ ചുഴലി കാറ്റും ഒക്കെ നല്ല ഭയപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടാണ്. ഇപ്പൊ ഇവരൊക്കെ ഉന്മേഷ് പറഞ്ഞതുപോലെ തന്നെ ഇവരൊക്കെ തന്നെ ഒരു വലിയ ഭയത്തിലാണ്. കാരണം ആ വാർത്തകളൊക്കെ ആ രീതിയിൽ വരുന്നുണ്ട്. കാരണം 13 കണ്ടെയ്നറുകളാണ് ഇത്തരത്തിൽ കടലിൽ വീണിട്ടുള്ളത്. അതിലെ ഒരെണ്ണമാണ് ഇത് എന്ന് അറിഞ്ഞപ്പോൾ ഇവർ വലിയ ഭയത്തിലാണ്. പക്ഷെ ഇവിടേക്ക് എത്തിയപ്പോൾ അത് കാലി കണ്ടെയ്നർ ആണെന്ന് പറഞ്ഞപ്പോഴാണ് ഇവർക്കൊരു ആശ്വാസമായത്. എങ്കിലും ആ ഭയം മാറിയിട്ടില്ല. ഒപ്പം ഇവരുടെ ഭയം മാറ്റുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഇവർ ഭയപ്പെടാതിരിക്കുന്നതിന് വേണ്ടി പോലീസിനെ അടക്കം ഇവിടെ വിന്യസിച്ചിരിക്കുകയാണ്. 30ഓളം പോലീസുകാരാണ് ഇവിടെ ഉള്ളത്. ഒപ്പം തന്നെ കടൽ കയറി കിടക്കുന്നു. കാലാവസ്ഥ വളരെ പ്രതികൂലമായി നിൽക്കുന്നു. ഇത് ഈ തിര അടിച്ച് ഈ പാറയ്ക്ക് മുകളിൽ, അല്ലെങ്കിൽ ഈ പാറക്കെട്ടിന് മുകളിലേക്ക് കയറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അത് ഇനി തിര ഇറങ്ങുകയാണെങ്കിൽ ഒരുപക്ഷെ കടലിലേക്ക് ഇറങ്ങുമോ എന്നുള്ളൊരു ആശങ്കയുണ്ട്. അതിനുള്ളൊരു സാഹചര്യം ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇതിനകത്ത് കണ്ടെയ്നർ അടുത്ത് ചെന്ന് കണ്ടെടുത്തോളം നമുക്ക്
മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു കാലി കണ്ടെയ്നർ തന്നെയാണ് എന്നാണ്. എങ്കിലും അതിനുള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള സാധനങ്ങളുണ്ടോ, കാലിയാണെങ്കിൽ പോലും ഇതിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഇതിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ഈ ഉള്ള സാധനങ്ങൾ കടലിന്റെ വീണ ഭാഗങ്ങൾ അത് ഒരുപക്ഷെ തിരയടിച്ച് കയറാൻ സാധ്യതയുണ്ടോ എന്നൊക്കെയുള്ള സാധ്യതകളുണ്ട്. അതൊക്കെ തന്നെ പരിശോധിക്കുന്നുണ്ട്. എന്നാൽ ഉദ്യോഗസ്ഥർ, കമ്മീഷണർ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരും ഇവിടെ എത്തി, അതുപോലെ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവരും ഇവിടെ എത്തിയിട്ടുണ്ട്. യോഗങ്ങൾ ചേരുകയാണ്. രാവിലെ തന്നെ കൂടുതൽ ഉദ്യോഗസ്ഥർ സ്ഥലത്തേക്ക് എത്തും. ഇതൊക്കെ തന്നെ പരിശോധിക്കും. ഏതായാലും നിലവിൽ ഒരു ആശങ്കയ്ക്ക് സാഹചര്യമില്ല എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ 24 പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉന്മേഷ്. സുജിത്ത്, ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ അറിയിക്കുന്നുണ്ടായിരുന്നു, പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ പറയുന്നുണ്ടായിരുന്നു, അവിടെ അമ്മമാരും പറയുന്നുണ്ടായിരുന്നു രാത്രി 10:30 ഇത് ദൃശ്യമായത് എന്ന്. കളക്ടറോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് നിലവിൽ ഒരു പരിശോധന നടത്തുന്നതിനുള്ള സാഹചര്യം അവിടെ ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ആ ദൃശ്യങ്ങൾ കൂടുതൽ വ്യക്തമാകുമ്പോൾ അത് ഒന്നുകൂടി മനസ്സിലാകുന്നുണ്ട്. കാരണം കടലിനും കടൽ ഭിത്തിക്കും ഇടയിലായിട്ടാണ് ആ കണ്ടെയ്നർ കിടക്കുന്നത്. തിരയടിച്ചു കയറുന്നത് ഇപ്പോഴും കാണാം. അതായത് നിലവിൽ അവിടേക്ക് ഇറങ്ങി നിന്ന് ഈ കണ്ടെയ്നറുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിശോധന നടത്താനൊരു സാഹചര്യം അവിടെ ഇല്ല. അപ്പോൾ പുലർച്ചെയാകുമ്പോഴേക്കും രാവിലെ ആകുമ്പോഴേക്കും ഇക്കാര്യത്തിലൊക്കെ അധികൃതർക്ക് അതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ ഒരുക്കേണ്ടി വരും. അപ്പോൾ രാവിലെയോടെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തും, പരിശോധന നടത്തും. അങ്ങനെയല്ലേ കരുതേണ്ടത് സുജിത്ത്? അതെ ഉന്മേഷ്, അതെ, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നിലവിൽ ഇവിടെ ഒരു തുള്ളി വെളിച്ചം പോലും ഇല്ലാത്ത ഒരവസ്ഥയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് എത്തിയ ഒരു പരിശോധന വളരെ ദുർഘടമാണ്. അതൊരു ഒരു സാഹചര്യം ഇവിടെ ഇല്ല, ഒരു പശ്ചാത്തല സൗകര്യങ്ങളില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ ഉദ്യോഗസ്ഥരേക്ക് എത്തിയാൽ തന്നെ പരിശോധനയ്ക്കുള്ള ഒരു സാഹചര്യം ഇല്ല എന്നാണ്. അതുകൊണ്ട് തന്നെ രാവിലെ നേരം പുലരുമ്പോൾ മാത്രമേ പരിശോധന നടത്താനും ഇതിനടുക്കലേക്ക് എത്താനും സാധിക്കൂ. മാത്രമല്ല ഇതിൽ നിന്നും വീണിട്ടുള്ള ഏതെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ അത് ഈ കരയുടെ ഏതെങ്കിലും ഭാഗങ്ങളുണ്ടെങ്കിൽ അവിടേക്കൊക്കെ അടുക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമാണ്. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് എത്തുക എന്നുള്ളത്, അല്ലെങ്കിൽ ഈ കണ്ടെയ്നറിന്റെ അടുക്കിലേക്ക് എത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. ഈ രാത്രിയിൽ ഒരു പരിശോധനയും ഇവിടെ അസാധ്യമാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോൾ വളരെ കുറച്ച് സമയം മാത്രമാണ് നേരം പുലരാനുള്ളത്. നേരം പുലരുമ്പോൾ സമയം കൂടുതൽ ആ സമയത്ത് കൂടുതൽ പരിശോധന ശക്തമാകും എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ സാധിക്കും. കൂടുതൽ ഉദ്യോഗസ്ഥർ, കൂടുതൽ വകുപ്പ് മേധാവികളൊക്കെ തന്നെ, വിദഗ്ധരായ ആളുകളൊക്കെ തന്നെ പരിശോധനയ്ക്കായി ഇവിടേക്ക് എത്തും. പ്രഗത്ഭരായ വിദഗ്ധ സംഘങ്ങൾ ഇവിടേക്ക് എത്തും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ കണ്ട ദൃശ്യങ്ങളിൽ, ആദ്യം നമ്മൾ പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ കണ്ട അതേ കണ്ടെയ്നർ തന്നെയാണോ എന്നുള്ള കാര്യങ്ങൾ അടക്കം ഉള്ളവ കൂട്ടി വായിക്കേണ്ടതുണ്ട്. അതൊക്കെ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ കണ്ടെയ്നർ തന്നെയാണ് ഇതെന്നാണ് ഏറ്റവും ഒടുവിലുള്ള വിവരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ആ നിറം വെളുത്ത നിറത്തിലുള്ളൊരു കണ്ടെയ്നറാണ് അവിടെ കടലിൽ കാണാൻ സാധിച്ചു. അത്തരത്തിൽ ഈ സമാനമായ ഒരു കണ്ടെയ്നർ തന്നെയായിരുന്നു നമ്മൾ ആദ്യം പുറത്തുവിട്ട ദൃശ്യങ്ങളിലും കാണാൻ സാധിച്ചത്. അത് കോസ്റ്റൽ പോലീസിൽ നിന്നും നമുക്ക് ലഭിച്ച ദൃശ്യങ്ങൾ തന്നെയായിരുന്നു. വൈകുന്നേരത്തോടു കൂടിയാണ് ആ ദൃശ്യം നമുക്ക് ലഭിച്ചത്. അതിനുശേഷം മണിക്കൂറുകൾക്ക് അകമാണ് ഈ കണ്ടെയ്നർ ഇവിടേക്ക് എത്തിയത്. അവർ പ്രവചിച്ചിരുന്നതും ഈ രീതിയിൽ തന്നെയായിരുന്നു. കോസ്റ്റൽ പോലീസ് അവിടെ നിരീക്ഷണം നടത്തുമ്പോൾ അവർ പറഞ്ഞിരുന്നതും, നമ്മളോട് ബന്ധപ്പെട്ടപ്പോൾ അവർ നമ്മളോട് അറിയിച്ചിരുന്നതും ഈ ഒരു സാഹചര്യം തന്നെയാണ്. ഒരുപക്ഷെ അവർ അതൊരു അഴീക്കൽ ഭാഗത്തേക്ക് അടിയാനാണ് സാധ്യത എന്ന് പറഞ്ഞു. അതിൽ നിന്നും ഒട്ടും മാറിയില്ല. അഴീക്കലിനു സമീപത്ത് തന്നെ ചെറിയഴീക്കൽ ഭാഗത്തായിട്ടാണ് ഇതിപ്പോൾ അടിഞ്ഞിരിക്കുന്നത്. കാറ്റിന്റെ ശക്തി അത് തന്നെയായിരുന്നു. കിഴക്ക് ഭാഗത്തേക്കായിരുന്നു ഈ കാറ്റ്. ആ കാറ്റിന്റെ ദിശക്കനുസരിച്ച് അത് ഈ ഭാഗത്തേക്ക് എത്തുകയായിരുന്നു. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ആ ദൃശ്യങ്ങൾക്കുള്ളിൽ കാണാൻ സാധിക്കുന്ന കണ്ടെയ്നറിന്റെ ഉൾവശമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ ഉള്ളിൽ അത് എംടി ആണ് എന്നുള്ള കാര്യം തന്നെയാണ് മനസ്സിലാക്കാൻ സാധിച്ചു. കണ്ടെയ്നർ തുറന്നു കിടക്കുകയാണ്, അതിനകത്ത് ഒന്നും ഇല്ല, കാലി കണ്ടെയ്നർ തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കണ്ടെയ്നർ തകർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു വശം പൂർണ്ണമായും തകർന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ഭാഗം മാത്രമാണ് ഉള്ളത്. കടൽ കയറിക്കിടക്കുകയാണ്. കടൽ ശക്തമാണ്, തിരമാല ശക്തമാണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ വലിയ രീതിയിൽ അതിനൊരു ആട്ടം സംഭവിക്കുന്നുണ്ട്. അതിന്റെ ആ തിരമാലയുടെ ശക്തിയിൽ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അടുത്ത് വന്നപ്പോൾ കാണാൻ സാധിക്കുന്നത്. നമ്മളിപ്പോൾ കണ്ടെയ്നറിന്റെ തൊട്ടടുത്ത് നിന്നാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. ആ കണ്ടെയ്നറിന്റെ ഒരു വശം പൂർണ്ണമായും തകർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉന്മേഷ്. സുജിത്ത്, സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി നിന്നുകൊള്ളൂ. നമ്മുടെ ക്യാമറമാനോടും പറയുക, സുരക്ഷിതമായ അകലം പാലിച്ചുകൊണ്ട് നമുക്ക് ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. ഏതായാലും അവിടെ കടൽ ഭിത്തി ഉണ്ട്, പക്ഷേ കടൽ പ്രക്ഷുബ്ധമാണ്. അതുകൊണ്ട് തന്നെ സുരക്ഷിതമായ അകലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ
വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. ആ കണ്ടെയ്നറിന്റെ ഒരു ഭാഗം ഇപ്പോൾ തകർന്നിട്ടുണ്ട്. അതുകൂടി ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്.